കൊല്ലത്ത് സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി കടന്നുകളഞ്ഞ കാറുടമ പിടിയിൽ. മൈനാഗപ്പള്ളി സ്വദേശി അജ്മൽ പുലർച്ചെയോടെയാണ് പിടിയിലായത്. പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സൂചന. റോഡിൽ വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങിയിട്ടും നിർത്താതെ പോവുകയായിരുന്നു അജ്മൽ. സംഭവസ്ഥലത്ത് നിന്ന് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് ദേവസ്യ, ഗുഡ് മോർണിംഗ്. ക്രൂരത എന്നുള്ളത് മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് പൊറുക്കാനാകാത്ത തെറ്റാണ് ആ വ്യക്തി ചെയ്തത് എന്ന് പ്രേക്ഷകരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് ദേവസ്യ, എവിടെ നിന്നാണ് ഇയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്? എന്തുകൊണ്ട് ഒരാളെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം കാർ ഓടിച്ചു പോയി, രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെ എന്തുകൊണ്ട് പോയി എന്നതാണ് അയാൾ അന്വേഷണ സംഘത്തോട് ആദ്യം പറയുന്നത്. സുജിയ, ഞാൻ നിൽക്കുന്നത് മൈനാഗപ്പള്ളിക്കടുത്തുള്ള ആനൂർക്കാവിലാണ്. സംഭവം നടന്ന അതേ സ്ഥലത്താണ് ഞാനുള്ളത്. ഞാൻ നിൽക്കുന്ന ഇവിടെ വെച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്ത് വെച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. കാറിൻ്റെ 2 ചക്രങ്ങളും അടയാളം ഇപ്പോഴും കാണാം. അമിത വേഗതയിലെത്തിയ കാറ് തെന്നി മാറി നിൽക്കുന്നത് ഇവിടെ വെച്ച് അപകടം നടക്കുന്നു. ശേഷം വാഹനം ഇവിടേക്ക് നിൽക്കുന്നു. ഈ ഭാഗത്തെത്തിയപ്പോഴാണ് ഈ കുഞ്ഞുമോൾ കാറിൻ്റെ അടിയിൽ പെടുന്നത്. അപ്പോഴേക്കും ദൂര സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ ഓടിയെത്തി വാഹനം എടുക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം അതൊന്നും കേൾക്കാതെ അജ്മൽ വീണ്ടും ദേഹത്തു കൂടെ വാഹനം കയറ്റി ഇറക്കുകയായിരുന്നു. സൂചിപ്പിച്ചതുപോലെ കൊടും ക്രൂരത കാണിച്ച വ്യക്തിയാണ്. ഈ ദൃശ്യങ്ങളെല്ലാം കണ്ട് ഇന്നലെ ലൈവായി കണ്ട് അതിൻ്റെ ഒരു പേടി മാറാതെ നിൽക്കുന്ന ഈ കടക്കാരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ ഒരു ദൃശ്യങ്ങൾ ഇന്നലെ നേരിട്ട് കണ്ട വ്യക്തിയാണ്. വിന്ധ്യ എന്നല്ലേ പേര്? എന്തായിരുന്നു വിന്ധ്യ ഇന്നലെ സംഭവിച്ചത്? നമ്മുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ വരുന്ന ഇത്തായിരുന്നു. അങ്ങനെ സാധനം വാങ്ങിച്ച് ഒരുപാട് നേരം ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. ഇറങ്ങിയപ്പം അനിയത്തി സ്കൂട്ടറിൽ വന്ന്, അപ്പോൾ അനിയത്തിയുടെ പുറകെ കയറി ഇരുന്നിട്ട് അവർ ക്രോസ് ചെയ്യുക, ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയപ്പോൾ തന്നെ ആ വണ്ടി വലിയ സ്പീഡിൽ റോങ് സൈഡിലൂടെ വന്ന് ഇത്തായി ഇടിച്ചിട്ട് അനിയത്തി അപ്പുറത്തോട്ടും വീണ് ഇത്ത റോഡിലോട്ടും വീണ്. ഇപ്പം അടിയിലോട്ട് പെട്ടതേ ഉള്ളായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കരഞ്ഞ് പറഞ്ഞു വണ്ടി എടുക്കല്ലേ എന്ന്. അല്ലെങ്കിൽ നമുക്ക് ആ ഇത്തായി വലിച്ച് എടുക്കാമായിരുന്നു. ഇയാൾ അത് കേൾക്കാതെ 2-3 തവണ വണ്ടി പുറകോട്ട് മുന്നോട്ട് വിട്ട് ഉരച്ചിട്ട് ആ ഇത്തായുടെ ദേഹത്തൂടെ കയറ്റി അതിക്രൂരമായിട്ടായിരുന്നു അത് ചെയ്തത്. അത്രയും ക്രൂരമായിട്ട് ആ ഇത്തായ സുഖമില്ലാത്ത ഇത്തായ അത്രയും ക്രൂരമായിട്ട് ആ ഇത്തായെ അയാൾ കൊന്ന്, ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാതെ. പിന്നെ ആ ഒരു വണ്ടിക്കകത്ത് നമ്മുടെ വലിയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ ഒരു മനുഷ്യജീവന് വില കൊടുക്കും. അപ്പോൾ ആ ഒരു ഡോക്ടറുടെ അനുമതിയോടുകൂടിയാണല്ലേ ഇത് ചെയ്തത്. അത്രയും ക്രൂരമായിട്ടാണ് അവർ ആ ഇത്തായെ കൊന്നത്. സുജിയ, ഈ വിന്ധ്യ പറഞ്ഞതുപോലെ തന്നെ ആളുകളെല്ലാവരും തന്നെ എത്തിയിരുന്നു. അതിൻ്റെ അകത്തൊരു വനിതാ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ കൃത്യമായി ഒരു പക്ഷേ ജീവന് വില കാണിക്കുന്ന ഡോക്ടറാണ്. അവർ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേക്കും ഈ സീബ്രാൻ ലൈനിലേക്ക് വാഹനം എത്തിയിരുന്നു. ഇവിടേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അപ്പോഴാണ് വാഹനം വീണ്ടും ദേഹത്ത് കൂടെ കയറ്റി ഇറക്കിയത്. എടുക്കരുതെന്ന് പറയുമ്പോഴും ആളുകളെല്ലാം തന്നെ ഈ ഡോക്ടറുടെ പേര് നമ്മൾ എന്തിനു മറച്ചു വെക്കണം? യുവ ഡോക്ടറാണ്, സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ്. അവരുടെ പേരും ദിലീപിന് അറിയാമെങ്കിൽ നമുക്ക് അതും പറഞ്ഞു പോകാം. കാരണം ഒരു മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഒരാൾ ആ പ്രൊഫഷന് തന്നെ അപമാനമാണ്. സുജിയ, വലിയത്ത് ഹോസ്പിറ്റലിലെ ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടറാണ് ഈ അപകടം വരുത്തിയ കാറിലുണ്ടായിരുന്നത്. ഇതാണ് ഫൗസിയ ഓടിച്ചിരുന്ന സ്കൂട്ടർ. ഈ സ്കൂട്ടറിലാണ് ഫൗസിയയുടെ സഹോദരിയായ കുഞ്ഞുമോളെ കയറ്റിയിരുന്നത്. കുഞ്ഞുമോൾ പിൻസീറ്റിലായിരുന്നു ഇരുന്നത്. ഫൗസിയുടെ കൈക്ക് ഒടിവുണ്ട്. കുഞ്ഞുമോൾ നിലത്ത് വീണ ഉടൻ തന്നെ നാട്ടുകാർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആ കാറ് നിർത്താതെ പോവുകയായിരുന്നു. ഇന്നലെ ഈ കസ്റ്റഡിയിലെടുത്ത, അതായത് ഡോക്ടർ ശ്രീകുട്ടി പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്: പേടിയായതുകൊണ്ടാണ് നിർത്താതെ പോയത്. അത് നാട്ടുകാർ ഒരുപക്ഷെ അവർ കയ്യേറ്റം ചെയ്യുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് മെയിൻ കാരണം. ചേട്ടൻ നിലവിടെ ഉണ്ടായിരുന്നു? അപകട സ്ഥലത്ത് സംഭവം ഇല്ലായിരുന്നു. ഞാനിങ്ങോട്ട് വരുന്ന സമയത്താണ് എൻ്റെ വാഹനമായി ആ ഇടിച്ച വണ്ടി വിളി നിർത്താതെ പോയിട്ട് ഇടിച്ച വ്യക്തിയെ സ്ത്രീയുടെ പുറത്തുള്ള വാഹനം കയറ്റി ഇറക്കിക്കൊണ്ട് അവർ പോകുമ്പോൾ ഞാൻ വേറെ വാഹനമായിട്ട് തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ വണ്ടി ഇടിക്കേണ്ടത്. ആ വേറെ മതിലേ പോയാണ് ആ വണ്ടി ഇടിച്ചത്. വീണ്ടും മതിലിടിച്ചു. പിന്നെ വീണ്ടും നിർത്താതെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചിവിടെ എത്തുമ്പോഴാണ് വലിയ സംഭവങ്ങളായി അറിയുന്നത്. വലിയൊരു അപകടത്തിൽ നിന്ന് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ അത് ശക്തമായി നടപടികൾ സ്വീകരിക്കണമെന്നും ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് അവിടെ പറയുന്നത്. ദിലീപ്, കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചോളൂ.
നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ഒക്കെ എത്താം. കുഞ്ഞുമോളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നലെ രാത്രി 9:45 കുഞ്ഞുമോളുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോൾ അജ്മൽ അറസ്റ്റിലായിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ശ്രീകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ശ്രീകുട്ടിയാണ് പേടിയായതുകൊണ്ട് ഓടിപ്പോയി. അങ്ങനെയല്ലല്ലോ, ആ വ്യക്തിയെ, അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാൻ 0.01 സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനാണ് പരിശ്രമിക്കേണ്ടത്. അപകടത്തിൽപ്പെടുന്ന ഒരാൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മൂലമാണ് അപകടമുണ്ടായതെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അതാണ് മനുഷ്യത്വം.